നമ്മൾ വരാപ്പുഴ മാർക്കറ്റ് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ തിരുവല്ലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരുവല്ലയ്ക്ക് പോകുന്ന വഴി ചേട്ടാ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചാലോ? തിരുവല്ലയില് എൻ്റെ സുഹൃത്ത് ബിജു തിരുവല്ല. ഈ തിരുവല്ലക്കാരെല്ലാം പൊതുവെ വളരെ നല്ല മനുഷ്യനാണ് ധർമ്മജൻ ചേട്ടാ. ആണ്, അത് എനിക്ക് വളരെ ബോധ്യപ്പെട്ടുള്ള ആളാണ്. ഞാനും തിരുവല്ലക്കാരിയാ. ബിജു കൊള്ളൂലാത്തവനാണ് ഞാൻ ഇപ്പൊ തന്നെ പറയും. ഇല്ല ബിജു വളരെ നല്ല മനുഷ്യനാണ്. എനിക്ക് ബിജുവിനെ അറിയത്തില്ല, പക്ഷെ ബിജു നല്ല മനുഷ്യനാണ്, എനിക്കറിയാം. ചേട്ടാ, ഈ പിഷാരടി ചേട്ടൻ ശരിയല്ല ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ചേട്ടൻ പറ. പിഷാരടി ചേട്ടൻ കുറച്ചു നേരം മുമ്പ് എന്നെ വിളിച്ചിട്ട് പറയുകയും ചെയ്തത് ധർമ്മൻ ശരിയല്ല. അത് തന്നെ എനിക്കൊന്നും പറയാനുള്ളത്, അവന് ശരിയല്ല എന്നുള്ളതാണ്. ഞാന് പിഷാരടി ചേട്ടൻ്റെ കൂടെ ഷോ ചെയ്ത സമയത്ത് അവിടെ മുഴുവൻ ധർമ്മൻ കഥകളാണ്. ഷോ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഒരുമിച്ച്? ഞങ്ങള് രണ്ടുപേരും കൂടെ ഒരു 87-88 എപ്പിസോഡ് ചെയ്തായിരുന്നു. ഇപ്പം മനസ്സിലായി? എനിക്കറിയില്ല. ഞാൻ ഇത് നന്ദിനി എന്ന് പറയുമ്പോ എനിക്ക് ഓർമ്മയില്ല. അവൻ മുണ്ടും ഷർട്ടും ഒക്കെ കൊടുത്തിട്ട് അവതരിപ്പിക്കുന്ന ഷോ. അത് തന്നെ, മുണ്ടും ഷർട്ടും. ആ ഷോയുടെ കൂടെ ഉള്ള ആളാണ് ഞാൻ. അപ്പൊ ഞാൻ ഈ ധർമ്മ കഥകൾ കേട്ടിട്ടുണ്ട്. ഞാൻ പറയണേക്ക അതില് എനിക്കൊക്കെ ഇത്ര ഇത് ഇട്ടിട്ടില്ലേ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിത് നന്ദിനിയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പെണ്ണുങ്ങൾ പെട്ടെന്ന് മേക്കോർ ചെയ്ത് മനസ്സിലാവില്ലല്ലോ. ശരിയാണ്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പക്ഷെ എനിക്കൊക്കെ കിട്ടുന്നതിനെക്കാട്ടി ഒരുപാട് പ്രശ്നങ്ങളാണല്ലോ നന്ദിനെ പറയണത്. ഞാൻ കണ്ടിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത്. അവനെ അങ്ങനെ ആളെന്തോരൊന്നും നോക്കാൻ ഇല്ല. അവൻ എല്ലാരും ഇങ്ങനെ വിളിക്കുന്നതാണ്. പിന്നെ എന്നോട് ആകെ പറയുന്നത്, എന്നെ സമാധാനിപ്പിക്കാനായിട്ട് പറഞ്ഞു. ഞാൻ പറയും ചേട്ടാ എല്ലാ എപ്പിസോഡിലും എന്നെ ഇങ്ങനെ ചെയ്ത് മോശമല്ലേ എന്ന് പറഞ്ഞു. സാരമില്ല, ഇതുപോലെ എന്റെ കൂടെ നിന്നാണ് ധർമ്മനും. അവനിപ്പോ ഏത് നിലയിലെത്തി, നീയോ അതുപോലെ അങ്ങനെ എന്നെ പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കും. ശരിയാ. ഇത് എൻ്റെ ഒരു ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് അവനെ പരിചയപ്പെട്ടതാ. ശരിക്കും പിഷാരടി ഇല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞൊരു ഒരു ഇത്രയും ഉയർന്ന രീതിയിൽ എത്തില്ലായിരുന്നു. അതെനിക്ക് വളരെ കടപ്പാടും. പിഷാരടി ഒറ്റയ്ക്ക് നിന്നപ്പോ അവൻ രക്ഷപ്പെട്ടുണ്ടായില്ല, ഞാൻ ഒറ്റയ്ക്ക് നിന്നപ്പോ ഞാൻ രക്ഷപ്പെട്ടു. ഞങ്ങൾ കൂടിയപ്പോഴാണ്. പക്ഷെ കൂടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ സത്സമ്പർക്കം എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അത് വളരെ നല്ല രീതിയിൽ എന്നിലേക്ക് വന്നത് പിഷാരടിയെ പരിചയപ്പെട്ട ശേഷമാണ്. പിഷാരടി ഇല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഒരു വഴി വേറെ തിരിഞ്ഞു പോയാനെ. എൻ്റെ ഒരു ലൈഫിൻ്റെ ഇപ്പോഴത്തെ ഒരു പൊസിഷൻ അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം ചേട്ടൻ എന്നോട് പറയാറുണ്ട്, സൗമ്യ ചേച്ചി കഴിഞ്ഞാൽ പിന്നെ ധർമ്മനാണ്. ഞാൻ ഫോറിൻ ട്രിപ്പിനൊക്കെ പോകുമ്പോ ഞാൻ ധർമ്മനെ കെട്ടിപ്പിടിച്ച കടന്നു. അത് കറക്റ്റാ. അത് ഭയങ്കര കറക്റ്റായിട്ടുള്ള. ഞങ്ങളെപ്പോഴും ഭാര്യമാരുടെ കൂടെ അല്ലല്ലോ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ചിരിക്കണോ വേണ്ടോന്ന് ചിന്തിച്ചോണ്ടിരിക്കുക. അവളും അങ്ങനെ തന്നെ, അവളും പറയാറുള്ളത് തന്നെയാ. അപ്പോൾ ഞങ്ങള് കൂടുതൽ സമയം വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഷോയിന് പോയാലും, ഇനിയിപ്പോൾ പോകാൻ പോകുന്ന ഒരു അമേരിക്കൻ ഷോ 35 ദിവസമുണ്ട്. അതും ഞാനും അവനും തമ്മിലായിരിക്കുള്ള ഒരു റൂമിൽ കിടക്കുന്നത്, ഞങ്ങൾ തമ്മിലായിരിക്കും കിടക്കുന്നത്. അത്രയും ദിവസം രണ്ടുപേരും ഭാര്യമാരെ പിരിഞ്ഞാണിരിക്കുന്നത്. അത് അത്രയും ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ഇതിനെ വേറൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ സൗഹൃദം ഞങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇവർ കുടുംബം ആയിട്ടും ഞങ്ങൾ ഇപ്പോൾ അവൻ്റെ വൈഫ് സൗമ്യയായിട്ടും. സൗമ്യ ഇപ്പോൾ രാവിലെ വിളിച്ചോളൂ. പിഷാരയുടെ ഇളയ കൊച്ചിൻ്റെ ബർത്ത്ഡേ അടുത്ത ദിവസം. അപ്പോൾ അത് വിളിക്കാൻ വേണ്ടി വീരൻ്റെ ബർത്ത്ഡേ വിളിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. എന്നെ അല്ല വിളിച്ചത്, എന്നെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല കൊണ്ട് അവൾ വിളിച്ചപ്പോൾ വീട്ടുകാരുമായിട്ടും ആ സൗഹൃദം ഇപ്പോഴും പിന്തുടരുന്നുണ്ട്, വളരെ ലൈവായിട്ട് പോകുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഫീൽഡിൽ ഇപ്പൊ പിഷാരടി ചേട്ടനല്ലാതെ ഇപ്പൊ സിനിമയിലേക്ക് കയറിയപ്പോഴത്തേക്കും വേറെ കുറെ സൗഹൃദങ്ങളൊക്കെ കിട്ടിയല്ലോ. അതില് ആരൊക്കെയാണ് ചേട്ടൻ ഇങ്ങനെ എടുത്തു പറയാൻ തോന്നുന്ന ആൾക്കാര്? പിഷാരടി ഞാൻ സിനിമാ സൗഹൃദമല്ല എനിക്ക്. പിന്നെ സിനിമാ സൗഹൃദം, സിനിമയ്ക്ക് വേണ്ടി ഒരു സൗഹൃദം ഒന്നുമില്ല എനിക്ക്. സിനിമയിൽ ഉള്ളതിൽ അടുപ്പം, അതായത് സിനിമയിൽ വന്നേക്ക് മുമ്പേ ഉള്ള അടുപ്പമുള്ള ഒരാളെന്ന് പറഞ്ഞാൽ ഷാജോൻ ചേട്ടനാണ്. ഷാജോൻ ചേട്ടൻ വൈഫ് ഡീൻ ചേച്ചി ഒക്കെ വയസ്സുണ്ട്. ചെമ്പിലെ ശോഭൻ ചേട്ടനായിട്ട് നല്ല പരിചയമുണ്ട്. സിനിമയിൽ വന്നിട്ട് എനിക്ക് ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ട്. സുരാജും ഫക്രും അവരൊക്കെ ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട്. ഞാൻ എപ്പോഴും ഒരു കാര്യത്തിന് വിളിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്യുന്നത് ഷാജൻ ചേട്ടനായിരിക്കുള്ളൂ. എനിക്കെപ്പോഴും വിളിക്കുന്നത് ദീപനുണ്ട്, വിഷ്ണുണ്ട്, നാദർഷിക്കുണ്ട്, ദിലീപേട്ടുണ്ട്. ഞാൻ വിളിക്കാറില്ല ദിലീപേട്ടനെ, എന്നെ ഇങ്ങോട്ട് വിളിക്കലാണ് ദിലീപേട്ടൻ്റെ പതിവ്. ചേട്ടൻ ഇതുവരെ സിനിമയിൽ നായകനാക്കി ചെയ്യാന്ന് പറഞ്ഞ ഓഫർ ഒന്നും വന്നിട്ടുണ്ടാവുമല്ലോ?
ഒരു 4-5 പ്രോജക്റ്റുകൾ സംസാരിക്കുന്നുണ്ട്. അതിൽ ജൂൺ മാസമൊക്കെ ആകുമ്പോൾ ഞാൻ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ളൊരു സിനിമ കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. അത് അത്രേ പറയുന്നുള്ളൂ. അതൊരു ഇന്റർനാഷണൽ സബ്ജക്റ്റാണ്. ഇന്റർനാഷണൽ സബ്ജക്റ്റ് ആണോ? നല്ല അവാർഡൊക്കെ കിട്ടുമോ? അവാർഡിന് വേണ്ടിയിട്ടല്ല, ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു സംഭവമാണ് ചെയ്യുന്നത്. സീരിയസ് ആണോ? സീരിയസ് ആണോ എന്ന് ചോദിച്ചാൽ സീരിയസ് ആണ്. എന്നാൽ അതിൽ കൂടി കുറച്ച് സ്ലാപ്സ്റ്റിക്കായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളുടെ ഒരു ഇത് പറയുന്നുണ്ട്. അതിലൂടെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇത് പറയുന്നത്. ഇത് ഒരു അവാർഡ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതല്ല. കുറേ പേര് കുറേ ഇതായിട്ട് ഈ പടമൊക്കെ വന്നതിന് മുമ്പേ എനിക്ക് കുറേ നല്ല നായക കഥാപാത്രങ്ങൾ ഒക്കെ പറഞ്ഞിട്ട് കുറേ കഥ പറഞ്ഞായിരുന്നു. ഇത് ഈ കട്ടപ്പന പ്രതികൃഷ്ണൻ ഇറങ്ങുന്നതിന് മുമ്പാണ് കേട്ടോ നല്ല കഥാപാത്രങ്ങളുടെ പറഞ്ഞത്. അത് അങ്ങനെയൊന്നും ആയിട്ടില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. ഇപ്പം ആയിട്ട് ചെയ്യണതല്ല, ഇത് എനിക്ക് അല്ല നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു സംഭവം എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിലേക്ക് കയറിയിട്ട് അവരാദ്യം എന്നോട് ഇത് പറയാൻ വേണ്ടി ഒരു 5-8 വിളി വിളിച്ചിട്ട് കുറേ പ്രാവശ്യം കഴിഞ്ഞിട്ടാണ് അത് കേൾക്കാനിരുന്നത്. ഇപ്പം ഞാൻ അവരങ്ങോട്ട് വിളിച്ചിട്ടിരിക്കുക. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു കഥയാണ്. ഞാൻ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നതുകൊണ്ടല്ല, ഒരു ആദിഭാവത്തോളം അല്ലെങ്കിൽ അതിമാനുഷികനായിട്ടുള്ള കഥ ഉണ്ട്. സാധാരണക്കാരൻ്റെ ഒരു കഥ പറയാൻ പാടില്ലാത്തോണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇഷ്ടപ്പെട്ട ചേട്ടൻ ഇത്രയൊക്കെ പറയുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ആ കഥ പറയാനായിട്ട് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്, അതിനോടുള്ള ഇഷ്ടം കൊണ്ട്. പക്ഷെ പറയാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു കഥയാണ്. പക്ഷെ എനിക്ക് പിഷാരടി ചേട്ടന്റെ ഒരു ശുഷ്കാന്തി എനിക്ക് ഇഷ്ടപ്പെട്ടത് എപ്പോഴാണെന്നറിയാം. ചേട്ടനോടുള്ള ഒരു സ്നേഹം എനിക്ക് മനസ്സിലായത് എപ്പോഴാണ്. ശുഷ്കാന്തി ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ കേൾക്കണം, എല്ലപ്പോഴൊക്കെയാണ് ശുഷ്കാന്തി കേൾക്കണം. ചേട്ടന്റെ കൂടെ കുറച്ച് പുതിയ വാക്കുകളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഡിപ്ലോഷി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഡിപ്ലോഷി കുപ്പിളിക്കാട്ട് വരതൻ. അപ്പൊ ടൂളിക്കാക്ക അത് തന്നെ. ചേട്ടനോടുള്ള ഇഷ്ടം എനിക്ക് മനസ്സിലായത് എപ്പോഴാണെന്നറിയോ? ട്രംപിനോട് ചേട്ടന് വേണ്ടി സംസാരിച്ചപ്പോ ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യോ? അതായത് ഈ പിഷാരടി ചിന്തിക്കുന്നത് ഭയങ്കര വെറൈറ്റി ആയിട്ട് ചിന്തിക്കും. ഞങ്ങള് കുറെ, ഞാനും അവനും കൂടിയുള്ള കുറെ പരിപാടികളിൽ പുതിയ കുറേ സാധനങ്ങളെടുത്ത് ഞങ്ങൾ ഈ മിമിക്രിയുടെ രൂപത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര നാച്ചുറലായിട്ട് മിമിക്രി അവതരിപ്പിച്ചത് ഞങ്ങളായിരുന്നു. ബ്ലഫ് മാസ്റ്റേഴ്സ് എന്നൊക്കെയുള്ള പരിപാടിയിൽ ഞങ്ങൾ വളരെ നാച്ചുറലാണ്. അത് പിന്നെ കുറേ പേര് ഇങ്ങനെ നാച്ചുറലായിട്ട് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഞങ്ങൾ ഡയലോഗ് പാട്ടുകൾ തുടങ്ങിയ ഒരു സംഭവം കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയാൻ പറ്റില്ല. മലയാള സിനിമയിലെ പ്രശസ്തമായ ഡയലോഗുകൾ വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു പാട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തു. ചേച്ചിയെ കോമഡി പറഞ്ഞ് ചിരിപ്പിച്ച് വീഴ്ത്തിയതാണോ ചേച്ചി? ചേട്ടാ ധർമ്മേട്ടാ, പരാതികളൊക്കെ പുറത്തു വരുന്നു കണ്ടോ? കല്യാണത്തിന് മുമ്പ് എന്നോട് എന്തെല്ലാം തമാശകൾ പറഞ്ഞിരുന്നു ധർമ്മേട്ടനാ, ഇപ്പൊ ഒന്നുമില്ലാന്ന്. കല്യാണത്തിന് മുമ്പ് ഉള്ള തമാശകളൊക്കെ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ ആസ്വദിക്കാൻ പറ്റണ്ട. അതായത് അകന്ന് കാണുമ്പോ ഭയങ്കര ഭംഗിയായിട്ട് തോന്നും, അടുത്ത് വരുമ്പോ ഒരു ഭംഗിയില്ലാത്ത തോന്നുന്നു അറിയില്ലേ? അതാണ് ആഘോഷം. സിനിമ നടനാണോ? എനിക്ക് കണ്ടപ്പോഴേ തോന്നി. രാഹുൽ വിശ്വബാങ്കിൽ മാനേജറാണ്. ഞാൻ ജോസ് ചെങ്ങന്നൂർ. ഞാൻ എല്ലാവരും കണ്ടാൽ നമുക്ക് മനസ്സിലായി, എല്ലാവരും ആർട്ടിസ്റ്റ് ലുക്ക് ഉണ്ട്. ജാനിഷ്. ഞാൻ ബാബു റഫീഖ്. എന്റെ ഫ്രണ്ടാണ് ധർമ്മജൻ. വേറെ ആരുടെയും ഫ്രണ്ട് അല്ല. പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അല്ല, ഇത് സത്യത്തെ വീടാണ്, ഇദ്ദേഹത്തിന്റെ വീടാണ്. ഞങ്ങളുടെ എല്ലാം ധർമ്മേട്ടൻ. അയ്യോ, ചേട്ടനെ പറ്റി രാവിലെ മുതൽ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ചേട്ടനാണ് ധർമ്മജൻ, ചേട്ടന്റെ വീടിന്റെ ഐശ്വര്യം എന്നൊക്കെ നമ്മളോട് പറഞ്ഞു. ആ വീട് കിട്ടാനുള്ള കാരണം തന്നെ ചേട്ടനാന്ന് പറഞ്ഞത്. ഒരു കഥ. ബീച്ചേട്ടന്റെ കൊച്ചിനെ ഞങ്ങളാ പേരിട്ടത്, ധർമ്മന പേരിട്ടത്. എന്താ പേരിട്ട്? നയന. നയന, നല്ല പേരാണല്ലോ. രാരോസ് എന്ന് വിളിക്കും. രാരോസ് അല്ലേ? ഒരുപാട് സിനിമയിലും സീരിയലിലൊക്കെ ഇഷ്ടംപോലെ സ്റ്റാർസായി. ഞങ്ങളെ കൂട്ടത്തിലൊരു അമ്മയുണ്ടേ. അമ്മ
സുമേഷ് തമ്മിയുടെ അമ്മയല്ല, ഞങ്ങളുടെ എല്ലാവരുടെ അമ്മയാണ്. അമ്മ എങ്ങനെ സഹിക്കുന്നു ഇവരെല്ലാരെയും കൂടെ? അതൊന്നും കുഴപ്പമില്ല. നല്ല രീതിയിൽ പോകുന്നു. രമേശ് ജി, പ്രമോദ് ജി, രമേശ് ചേട്ടാ. ആരാ രമേശ് ചേട്ടൻ? തന്നെ മോൾ. വിശക്കുന്നുണ്ട്, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി ആ ശരി, അത് നമ്മള് ചേട്ടന് ഗിഫ്റ്റ് ഒക്കെ മേടിക്കാനായിട്ട് ഇറങ്ങിയത് നമ്മൾ കുറച്ച് ലേറ്റ് ആയി. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് കാണാം. ശരി ശരി, അപ്പൊ പിന്നെ ഡയറക്റ്റ് നോക്കും. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം. ഇവരൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ സമയം 3 മണിയായി. നമ്മൾ ഒത്തിരി ധർമ്മജൻ ചേട്ടനെ വിഷമിപ്പിക്കുന്നില്ല, നമ്മൾ നേരെ ഭക്ഷണത്തിലേക്ക് കിടക്കാം. ചേട്ടൻ ഇവിടെ വന്ന് വീടൊക്കെ കണ്ടു, ഭക്ഷണമൊക്കെ കഴിച്ചു. ചേട്ടൻ്റെ കൂടെ ഇന്ന് മുഴുവൻ ദിവസം എനിക്ക് നടന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് അറിയോ? ചേട്ടൻ്റെ സുഹൃത്ത് വലയം ഇങ്ങനെ പടർന്ന് പന്തലിച്ചതാ ഇവിടെ എല്ലാം ഇങ്ങനെ ഇരിക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യുകയാണെന്നുള്ള കാര്യം അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചേട്ടന് ഭയങ്കര ഒരു എന്താ സുഹൃത്തുക്കളുടെ സപ്പോർട്ട് ഭയങ്കര കൂടുതലാണ്. സത്യം പറ, ധർമ്മജൻ ചേട്ടൻ്റെ സുഹൃത്ത് അത് ധർമ്മേന്റെ ഒരു ബിഹേവിയറും ധർമ്മേന്റെ ഒരു സിംപ്ലിസിറ്റിയാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു മൂലധനം എന്ന് പറയുന്നത്. അതെ, നിങ്ങൾ എല്ലാവരെയും വിളിച്ചു വരുത്തുമല്ലേ? അല്ലല്ല, ധർമ്മേന എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഞങ്ങൾക്ക് പണ്ടുപോലെ അങ്ങനെയാണ് ധർമ്മേന, അതുപോലെയാണ് ഞങ്ങളോടൊക്കെ ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവര് അർഹരാണ് ധർമ്മേൻ. ഞങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും അങ്ങനെ ഒത്തുകൂടാറുണ്ട്. അപ്പൊ ധർമ്മജൻ ചേട്ടനെ പറ്റിട്ട് ഇവിടെ ബിനുചേട്ടൻ ഇപ്പോഴല്ലേ വന്നത്? ബിനുചേട്ടൻ ലേറ്റസ്റ്റ് അഡീഷൻ ആയിട്ട് ഇപ്പൊ വന്നാണേ. ലേറ്റായി വന്നാലും അതെ, ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നുള്ളൂ. 5 ഡയലോഗ് പറയാൻ വേണ്ടിട്ട് ബിനുചേട്ടൻ ഏറ്റവും അവസാനം വന്നു ക്ലൈമാക്സ് സീനിൽ. ധർമ്മനളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മറ്റേതൊക്കെ പറയട്ടെ. ചേട്ടാ പറഞ്ഞോ, എല്ലാം പറഞ്ഞോ, ഇപ്പോഴേ കിട്ടത്തുള്ളൂ ചാൻസ്. അദ്ദേഹത്തിൻ്റെ മറ്റുള്ളവരുടെ പെരുമാറ്റം പണ്ട് എങ്ങനെയായിരുന്നു, ഇന്നത് തന്നെ. ഇന്ന് മലയാള സിനിമയിലെ വലിയ തിരക്കുള്ള നടന്മാരിൽ ഒരാളാണ്. എങ്കിലും ഇപ്പോഴും ധർമ്മനളിൻ്റെ, ഞങ്ങൾ അളിയാന്ന് വിളിക്കണേ, ധർമ്മനളിൻ്റെ ആ ബന്ധങ്ങളാണ് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. ഇപ്പം ബിജുചേട്ടനും ഇപ്പം നമ്മളിവിടെ വന്നേക്കണ നേരം അദ്ദേഹത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ നല്ല പെരുമാറ്റങ്ങളും സ്നേഹബന്ധങ്ങളും എല്ലാം കൂടിയാണ്. ഇപ്പം കൈയടിച്ച് നന്നായി. ഞാൻ എന്ത് പറയുന്നത് വിഷമിച്ചിരിക്കുകയാണ്, വാക്കുകൾ കിട്ടുന്നില്ല. ധർമ്മനളിയും ഞങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മിമിക്രി തുടക്കകാലം, അദ്ദേഹം പണ്ട് സീരിയലിൻ്റെ കഥ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയം മുതലുള്ള ബന്ധമാണ്. അപ്പോൾ അറിയാമായിരിക്കില്ല, സീരിയലിൻ്റെ കഥ എഴുതുമ്പോൾ ഞങ്ങൾ എന്ത് തമ്മിലുള്ള ബന്ധമാണെന്ന്. അന്ന് മുതൽ ചാൻസ് ചോദിക്കാൻ തുടങ്ങിയതാണ്, ഇതുവരെ തന്നിട്ടില്ല. അങ്ങനെ ചാൻസ് ചോദിക്കാൻ പാകത്തിനൊരു അവസ്ഥയിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഞങ്ങളും അത്യാവശ്യം ചാനലിലുമായി, അദ്ദേഹം സിനിമയിലുമായി. ഞങ്ങളുടെ ഏറ്റവും നല്ലൊരു സുഹൃത്താണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു, ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിലെ ഏറ്റവും നല്ല നടനുമാണ്. ഞങ്ങളെ ഒന്നും ഒരു പരിചയം ഇല്ലേലും ഞങ്ങളെ വിളിച്ചു വരുത്തി ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ തന്നതിന് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഇത് ചോദിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ രമേശേട്ടനോട് വിളിക്കുന്ന ആർട്ടിസ്റ്റിനോട് മൊത്തം ആൾക്കാരോട് നിങ്ങൾക്ക് എന്നാ ഡേറ്റ്, അന്ന് ഞാൻ പിറന്നാസം വെക്കും. അതെന്താന്ന് ചോദിച്ചാല് ധർമ്മേട്ടൻ ഉൾപ്പെടെ, ചേട്ടൻ അങ്ങനെയാണ് മുഹൂർത്തം. ഞാൻ സത്യം പറഞ്ഞ ധർമ്മേട്ടൻ ഉൾപ്പെടെ ഇരിക്കുന്നവരെല്ലാം ഞാൻ ജീവനതുല്യം സ്നേഹിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരോട് ചോദിച്ചിട്ട് ഞാൻ എൻ്റെ ഹൗസ് വാമിങ് വെക്കും എന്ന് ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അതിലുപരി ഈ അടുത്ത ദിവസങ്ങളിലൊന്നും ഒരു ദിവസം പോലും വിടവില്ലാത്ത സമയത്ത് ധർമ്മേട്ടൻ ഇവിടെ വരണമെങ്കിൽ ഞങ്ങളുടെയൊക്കെ ആ ഒരു സൗഹൃദ ബന്ധം അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് ധർമ്മേട്ടൻ. ഞങ്ങൾ എത്ര നാളായി പുറകെ നടക്കുന്നറിയോ, ഒരു ഡേറ്റിന് വേണ്ടിട്ട് അങ്ങനെ വലയിട്ട് പിടിച്ചതാണ്. അതാണ് ഞങ്ങളുടെ ബന്ധത്തിന്റെ ആ ഒരു. ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ ഈ വിനോദേട്ടനെ ഈ പരിപാടിക്ക് വേണ്ടി കുറേ പ്രാവശ്യം വിളിച്ചപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല, പക്ഷേ ഇതൊരു ഭയങ്കര ഇതായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ സുഹൃത്തിനെ എനിക്ക് മറക്കാൻ പറ്റാത്ത, എനിക്ക് വീടുണ്ടാക്കി തരാനായിട്ട് എൻ്റെ കൂടെ നിന്ന ഒരു സുഹൃത്തിൻ്റെ സ്വാമിങ്ങാന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, രാവിലെ വീട്ടിലൊന്നും എടുക്കുന്നത് ആ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിട്ട് എടുക്കാന്നൊക്കെ പറഞ്ഞു. ഇതൊരു പരിപാടി. ഇപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്റ്റേജ് പ്രോഗ്രാമിന് മുമ്പ് ഇത്ര ആർട്ടിസ്റ്റുകൾ പോലും ഉണ്ടാവില്ലേ. അതെ, വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു എന്താ ആ ഒരു സൗഭാഗ്യം നമുക്ക് കൗമുദി ചാനലിന്റെ പ്രേക്ഷകർക്ക് എന്താണെങ്കിലും കിട്ടി. ഞങ്ങളുടെ മുമ്പിൽ ധർമ്മജൻ ഒരിക്കലും ഒരു താരമായിട്ടല്ല ഞങ്ങളോട് വന്നിട്ടുള്ളത്. ഞങ്ങളൊരു
ഫ്രണ്ടാണ്. ഒരിക്കലും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ധർമ്മൻ ഒരു താരമാണ്. കാരണം ധർമ്മൻ അതുപോലെയാണ് നമ്മോട് ബിഹേവ് ചെയ്തിട്ടുള്ളത്. അതൊരു വലിയൊരു കാര്യം. പിന്നെ ഇന്ന് മുഴുവൻ ഞാൻ ചേട്ടൻ്റെ കൂടെ നടന്നിട്ട് താരത്തിന്റെ ഒരു ഇത്തിരി ജാട ചേട്ടൻ കാണിച്ചോന്ന് ചോദിക്കും. ഇല്ല, കാണിച്ചില്ല, ചേട്ടൻ കാണിച്ചില്ല. അല്ല ധർമ്മജന ഞങ്ങൾ വേറെ സ്ഥലത്ത് പ്രോഗ്രാം പോകുമ്പോൾ അവിടുത്തെ ഓഡിയൻസിന്റെ ഒരു ഇത് കാണുമ്പോഴാണ് ഞങ്ങൾ പോലും ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവുന്ന ഒരു കുറെ കാര്യം. ചേട്ടനൊരു കാര്യം അറിയാമോ? ഈ നന്ദിനി എന്ന് പറയുന്ന കുട്ടി തുഷാരുടെ കൂടെ പ്രോഗ്രാം ചെയ്യണതാ. അറിയാം, നന്ദിനെ അറിയാത്ത ആളുകളുണ്ട്. എനിക്കും കിട്ടി ഇത്തിരി പ്രൊമോഷൻ.